നാളെ അധ്യാപക ദിനം. 2025 സെപ്റ്റംബർ 4 വ്യാഴാഴ്ചയിലെ ചന്ദ്രികാ ദിനപത്രത്തിൽ അബ്ദുള്ള വാവൂർ എഴുതുന്നു: AI കാലത്തെ അധ്യാപകർ. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നതെന്ന അർത്ഥവത്തായ വാചകത്തോടെയാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ആരംഭിക്കുന്നത്. ക്ലാസ് മുറികളിൽ ഭാവി രൂപപ്പെടുത്തുന്നത് അധ്യാപകരും. ക്ലാസ് മുറികളിൽ മാത്രമല്ല, പുറത്ത് സമൂഹത്തെ പരിവർത്തിപ്പിച്ചതിലും അധ്യാപകർക്ക് പങ്കുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലും ഗാന്ധിയൻ ആശയപ്രചാരണങ്ങളിലും നവോത്ഥാന പരിഷ്കരണ സംരംഭങ്ങളിലും സാക്ഷരതാ പ്രസ്ഥാനങ്ങളിലും അധ്യാപകർ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ജോസഫ് മുണ്ടശ്ശേരി, ജി കുമാരപിള്ള, MP പോൾ, അയ്യപ്പ പണിക്കർ, ONP, MN വിജയൻ, സുകുമാർ അഴീക്കോട്, ഹൃദയകുമാരി, സുഗതകുമാരി എന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഉയർന്നു വന്ന അധ്യാപക ശ്രേഷ്ഠരുണ്ട്. ഗുരുകുലത്തിലെ ഗുരുവിൽ നിന്ന് ഇന്നത്തെ മെൻറ്ററിലേക്കുള്ള അധ്യാപകൻ്റെ സഞ്ചാരത്തിന് നിരവധി പരിഷ്കാരങ്ങളുടെ അകമ്പടിയുണ്ട്. ഓരോ ഗ്രാമത്തിലെയും നാട്ടുചൈതന്യമായിരുന്നു ഒരു കാലത്ത് അവിടുത്തെ അധ്യാപകർ. ആ അധ്യാപകനെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ നാടിൻ്റെ ചലനം. തങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ മാത്രമല്ല, രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഗുരുസ്ഥാനം വഹിച്ചിരുന്നത് അധ്യാപകർ തന്നെയായിരുന്നു. അറിവുകൊണ്ടും ആകർഷകത്വം കൊണ്ടും കുലീനത കൊണ്ടും അധ്യാപക വൃത്തിയെ സമൂഹം ആദരിച്ചിരുന്നു. അധ്യാപനം ഒരു തൊഴിലായി മാറിയതോടെ സമൂഹം നൽകിയ പരിഗണനയ്ക്ക് മാറ്റം വന്നു. ഒരു സമയത്ത് ഏറ്റവും മികവുള്ള, മിടുക്കരും സമർത്ഥരുമായവരുടെ ജീവിതാഭിലാഷം അധ്യാപകനാവുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സർഗപ്രതിഭകളായ അധ്യാപകർ ധാരാളമുണ്ടായിരുന്നു. എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പാരാമെഡിക്കലിനും പ്രവേശനം കിട്ടാത്തവരുടെ അവസാനത്തെ അജണ്ടയാണിന്ന് അധ്യാപക വൃത്തി. പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് ഈ മേഖലയിലുള്ളത്. കാരൂരിൻ്റെ അധ്യാപക കഥകളിൽ പട്ടിണിയും പരിവട്ടവും പ്രാരാബ്ധങ്ങളുമൊക്കെയായി അധ്യാപനം നടത്തുന്ന അധ്യാപകരാണല്ലോ കേന്ദ്ര കഥാപാത്രം. പൊതിച്ചോറ്, പെൻഷൻ, ഊണിൻ്റെ കണക്ക്, കാൽചക്രം, കുടുംബ ബജറ്റ്, ഉത്തരക്കടലാസ്, സാർവന്തനം, സാറിനും പട്ടിക്കും എന്നീ വാദ്യാർ കഥകൾ പ്രസിദ്ധമാണ്. കാരൂരിൽ നിന്ന് അക്ബർ കട്ടക്കടലിലെത്തുമ്പോൾ രസകരവും അനുഭവതീക്ഷ്ണവുമായ അധ്യാപക കഥകൾ വായിക്കാം. സ്കൂൾ ഡയറി അടക്കമുള്ളവ കഥാസമാഹാരത്തിൽ അധ്യാപകർ പുലർത്തേണ്ട മൂല്യബോധവും തൊഴിൽ നൈതികതയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ അധ്യാപക സംഘങ്ങളുടെ ഇടപെടൽ കൊണ്ട് കാലോചിതമായി മാറി മാറി വന്ന സർക്കാരുകൾ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. 1957 വിദ്യാഭ്യാസ ബില്ലും തുടർന്ന് നിലവിൽ വന്ന കേരള വിദ്യാഭ്യാസ ചട്ടവും കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ അധ്യാപകർക്ക് സർക്കാർ ശമ്പളം നൽകാൻ വ്യവസ്ഥ ചെയ്തു. സ്വകാര്യ കോളേജ് അധ്യാപകർക്ക് ശമ്പളം കിട്ടണമെങ്കിൽ മാനേജറുടെ പറമ്പിലെ തേങ്ങ പറിക്കണമെന്ന അവസ്ഥ CH മുഹമ്മദ് കോയ മാറ്റി അവർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ഏർപ്പെടുത്തി. കുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകർക്ക് സംരക്ഷണം നൽകി CH മുഹമ്മദ് കോയ എക്കാലവും അധ്യാപക സമൂഹം ഓർമ്മിക്കുന്ന പരിഷ്കരണമാണ് നടപ്പാക്കിയത്. പരമ്പരാഗത അധ്യാപന രീതി മാറ്റി മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ അധ്യാപകന് വഴികാട്ടിയത് അദ്ദേഹമാണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമാണെന്നും അതിലേക്ക് അറിവ് കുത്തി നിറക്കുന്നത് അധ്യാപകനാണെന്നും എല്ലാ അറിവിൻ്റെയും കേദാരമാണ് അധ്യാപകനെന്നും വിദ്യാഭ്യാസ കാര്യത്തിൽ അധ്യാപകനും പാഠപുസ്തകവും അവസാന വാക്കാണെന്നുമുള്ള നമ്മുടെ പരമ്പരാഗത കാഴ്ചപ്പാടുകളെ മാറ്റി കുട്ടി നേരത്തെ സാമാന്യം അറിവ് സ്വായത്തമാക്കിയിട്ടുണ്ടെന്നും സിലബസിനകത്ത് കുട്ടിയെ തളച്ചിടാതെ പുറത്തുള്ള അറിവിൻ്റെ വിശാല ചക്രവാളത്തിലേക്ക് കുട്ടിയെ നയിക്കുകയാണ് ടീച്ചർ വേണ്ടതെന്നുമുള്ള ഏറ്റവും നവീനമായ കാഴ്ചപ്പാടുകളെ സ്വാംശീകരിക്കാൻ ഇക്കാലയളവിൽ കേരളത്തിലെ അധ്യാപകർക്ക് കഴിഞ്ഞു. അധ്യാപക കേന്ദ്രീകൃത ക്ലാസ് മുറികളിൽ നിന്ന് കുട്ടിക്കിടക്കുള്ള ശിശു കേന്ദ്രീകൃത ക്ലാസ് മുറികളിലേക്ക് കേരളം മാറി. പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമീപസ്ഥ വികാസ മണ്ഡലത്തിൽ നിന്ന് കുട്ടിക്ക് കൈയെത്താവുന്ന സ്കഫോൾഡറും ഫെസിലിറ്റേറ്ററും മെൻറ്ററുമൊക്കെയായി അധ്യാപകൻ മാറി. 2011-16 കാലയളവ് കേരളത്തിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും സ്മരിക്കപ്പെടുന്ന കാലഘട്ടമാണ്. PK അബ്ദുറബ്ബ് മന്ത്രിയായ ഈ വേളയിലാണ് അധ്യാപക മേഖലയിലെ നിശബ്ദ വിപ്ലവമെന്ന് പിൽക്കാലത്ത് വിളിക്കപ്പെട്ട അധ്യാപക പാക്കേജ് ഉണ്ടായത്. അതുവരെ ജോലിയിൽ നിന്ന് പുറത്തുപോയവരെ തിരിച്ചു കൊണ്ടുവന്ന് പുനർനിർണയം നൽകി. 3000-ൽ പരം അധ്യാപകർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചത്. സംതൃപ്തമായ അധ്യാപക സമൂഹം വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൻ്റെ പ്രധാന ഘടകമാണ്. അവരുടെ സേവന വേതന വ്യവസ്ഥകൾ കാലോചിതമായി പരിഷ്കരിക്കണം.
ലോകത്തെ പല രാജ്യങ്ങളിലും ഏറ്റവും ഉയർന്ന സേവന വേതന സംവിധാനത്തിൻ്റെ ഭാഗമായാണ് അധ്യാപകരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ നിയമങ്ങളും പാലിച്ച എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിയമിക്കപ്പെട്ട നൂറുകണക്കിന് അധ്യാപകർക്ക് വർഷങ്ങളായി നിയമനാംഗീകാരവും ശമ്പളവും ലഭിക്കുന്നില്ല. നിയമക്കുരുക്ക് മുറുക്കാനല്ലാതെ അത് അഴിക്കാൻ ഭരണകൂടം തയ്യാറാവുന്നുമില്ല. AI കാലത്തേക്ക് വിദ്യാഭ്യാസ മേഖല പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഈ രംഗത്ത് അധ്യാപകരെക്കാൾ വേഗതയിൽ മുന്നേറുന്നു. AI വിദ്യാഭ്യാസ പഠനോപകരണങ്ങൾ അധ്യാപനത്തിന് ഉപയോഗിക്കുമ്പോൾ അധ്യാപകർ AI സാക്ഷരത നേടേണ്ടതുണ്ട്. ക്ലാസ് മുറികളിൽ റോബോട്ടിക് AI വിദ്യാഭ്യാസോപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വൈകാരികവും വൈജ്ഞാനികവുമായ പിന്തുണ നൽകുന്നതിനൊപ്പം AI വിദ്യാഭ്യാസ പഠനോപകരണങ്ങളും സാങ്കേതിക നിർദ്ദേശങ്ങളും തിരഞ്ഞെടുക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനുമുള്ള കഴിവുകൾ അധ്യാപകർ നേടണം. എങ്കിലേ ഈ മേഖലയിൽ അധ്യാപകർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ലോകത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ജോലികളിലൊന്നാണ് അധ്യാപകരുടേത്. ശിലയിൽ ഉള്ളി കൊണ്ടെന്നതുപോലെ അധ്യാപകരുടെ വാക്കുകൾ ചില കുട്ടികളെയെങ്കിലും മസ്തിഷ്കത്തിൽ രേഖപ്പെട്ട് കിടക്കും. അതുകൊണ്ട് അധ്യാപകർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാവൂ. അധ്യാപകരുടെ വാക്കുകളും ആശയങ്ങളും ഏതുകാലത്തും ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന ബോധമാണ് അധ്യാപകരിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷ ഗുണം. അത്തരം അധ്യാപകർ കുട്ടികളുടെ കണ്ണിൽ കാഴ്ചകൾ കുത്തിനിറക്കാൻ മുതിരുന്നില്ല. അവരിൽ സ്വതവേയുള്ള കാഴ്ചശക്തിക്ക് തെളിമ കൂട്ടിക്കൊടുക്കുകയും അവരിൽ നിന്ന് പുതിയ കാഴ്ചകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന അവർ കുട്ടിയോടൊപ്പം സുഹൃത്തിനെ പോലെ നടക്കും. കുട്ടിയോടൊപ്പം പഠിക്കും. കുട്ടിയോടൊപ്പം കാഴ്ചകളെ പുതുക്കും. ഭൂതത്തിലും ഭാവിയിലും വർത്തമാനത്തിലും അവരുടെ കാലുകൾ ഉറച്ചു പോകില്ല. അവർ കാടുകൾ വെട്ടി നശിപ്പിക്കില്ല. പകരം മരുഭൂമികളിൽ ജലസേചനം നടത്തും. കുട്ടികളിൽ വിശാലത വളർത്താൻ പരമ്പരാഗത രീതിയിൽ നിന്നും അധ്യാപകർ മാറി ചിന്തിക്കണം. സിലബസിലും പാഠഭാഗങ്ങൾ തീർക്കുന്നതിലും ശ്രദ്ധയൂന്നുന്ന അധ്യാപകർ കുട്ടിയുടെ സമഗ്ര വികസനം പരീക്ഷയിലെ ഉയർന്ന സ്കോറുകളിൽ മാത്രം കാണുന്നു. ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന ചലച്ചിത്രത്തിലെ അധ്യാപക കഥാപാത്രമാണ് ജോൺ കീറ്റിംഗ്. സാമ്പ്രദായിക അധ്യാപന കാഴ്ചപ്പാടുള്ള വെൽട്ടൺ അക്കാദമിയിലേക്ക് കവിതാ പഠനത്തിലൂടെ കുട്ടികളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യാപകൻ. ആ സ്കൂളിൻ്റെ പതിവ് രീതികൾക്ക് ഒട്ടും പറ്റാത്തയാൾ. സിലബസ് പഠിപ്പിക്കുന്നതിന് പകരം ദിവസത്തെ പിടിച്ചെടുക്കുന്നതെങ്ങനെയെന്ന് മനസ്സിലാക്കാനായി അയാൾ കുട്ടികളെ ക്ലാസ് മുറിക്ക് പുറത്തേക്ക് കൊണ്ടുപോകും. സാമ്പ്രദായിക നിരൂപണ കാര്യങ്ങൾ വിശദീകരിക്കുന്ന പേജുകൾ പുസ്തകത്തിൽ നിന്ന് കീറിക്കളയാൻ കുട്ടികളോട് പറയും. വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ കാണാനായി ഇയാൾ കുട്ടികളെ ബെഞ്ചിന് മുകളിൽ കയറ്റി നിർത്തുന്നു. വിചിത്രമായ ജീവിച്ചാൽ മാത്രമേ വിശാലമായ ജീവിത കാഴ്ചകൾ കാണാനാവൂ എന്നാണ് അയാളുടെ വാദം. അയാളുടെ അധ്യാപന രീതി സ്കൂളിന് ഭാരമാകുന്നു. അയാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുമ്പോൾ കുട്ടികൾ പ്രതിഷേധിക്കുന്നത് ബെഞ്ചിന് മുകളിൽ കയറി നിന്നാണ്. കുട്ടികൾ കാര്യം മനസ്സിലാക്കാൻ പ്രാപ്തമായല്ലോ എന്ന ആശ്വാസത്തോടെ അയാൾ സ്കൂളിൽ നിന്നും പോകുന്നു. ഇങ്ങനെയും ചില അധ്യാപകർ വേണം. സിലബസിന് പുറത്തേക്ക് ഒരിഞ്ച് പോലും സഞ്ചരിക്കാൻ തയ്യാറാകാത്ത അധ്യാപകർക്ക് കുട്ടികളിലെ സർഗാത്മകത കണ്ടെത്താൻ കഴിയില്ല. തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.